ഈ ഒരു ഫോട്ടോയാണ് ഗൈസ് നിങ്ങൾ കണ്ട ആ ഒരു റിയൽമിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാനത് ഈ ഐഫോണിൽ കൂടെ തന്നെ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഐഫോണിൽ കൂടെ ഇങ്ങനത്തെ ഫോട്ടോസ് ഒന്നും എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ഷോർട്സ് ഇട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ആൻഡ്രോയിഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്താൽ മതി. പക്ഷേ ഐഫോണിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 ആപ്ലിക്കേഷനകത്ത് കയറേണ്ടി വരും. കാരണം എന്തെന്ന് പറഞ്ഞാൽ സംഭവം പെയ്ഡ് ആയതുകൊണ്ട് മാത്രമാണ്. അപ്പം പെയ്ഡ് ആപ്ലിക്കേഷൻ അല്ലാതെ 2-3 എണ്ണത്തിനകത്ത് ചിലപ്പോൾ ഒരെണ്ണത്തിനകത്ത് ക്രോപ്പിംഗ് മാത്രമേ നടക്കത്തുള്ളൂ, ഒരെണ്ണത്തിനകത്ത് മാസ്കിങ് നടക്കത്തുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 2-3 ആപ്ലിക്കേഷനകത്ത് കയറേണ്ടി വരും. ആ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ റിയൽമി 12 5Gയോ 12 5G ഒന്നും കിട്ടിയിട്ടില്ല. സോ ഇന്നായിരുന്നു ലോഞ്ച്. അപ്പോൾ ലോഞ്ചിൽ എനിക്ക് കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ലോഞ്ചിൽ അവരുടെ സ്മാർട്ട് ഫോണുമായിട്ട് വെച്ച് തന്നെയാണ് ഈ ഒരു 12 കമ്പയർ ചെയ്തിരിക്കുന്നത്. അത് കമ്പയർ ചെയ്യാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് അവരുടെ പുതിയൊരു ഡിവൈസ് അല്ല ഇത്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഡിവൈസ് അവർ കൊണ്ടുവന്നതാണ്. പെർഫോമൻസും ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് ആഡ് ഓൺ ചെയ്തിട്ട് ഒരു പ്ലസ് വെർഷൻ ആയിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ അവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തോളം ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരിത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ സാംസങ് ഗാലക്സി ഫാൻ എഡിഷൻ ഉണ്ടല്ലോ FE, അത് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് അവരിത് ചെയ്തേക്കുന്നത്. 3 ലക്ഷത്തോളം ആൾക്കാർ പറഞ്ഞത് എന്തൊക്കെയാണെന്നല്ലേ, ഒരു ബെറ്റർ ക്യാമറ, ഒരു ബെറ്റർ പെർഫോമൻസ് ഡിവൈസ്, ഒരു കിടിലൻ ഡിസ്പ്ലേ, അതുപോലെ തന്നെ കിടിലൻ ഡിസൈൻ. അപ്പോൾ ഒരു സ്മാർട്ട് ഫോണിൽ ഇതല്ലേ അല്ലെങ്കിലും ചെയ്യേണ്ടത്. എന്തോ ആയിക്കോട്ടെ, എന്തായാലും ആൾക്കാരുടെ അടുത്ത് ചോദിച്ചല്ല. ആൾക്കാർ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ചില ബ്രാൻഡുകളെ പോലെ അല്ല, ആൾക്കാരുടെ ആവശ്യങ്ങൾ നോക്കിയിട്ട് അവർ ചെയ്തതാണ്. അതുകൊണ്ട് ഒരു കിടിലൻ ക്യാമറയ്ക്ക് വേണ്ടി സോണിയുടെ LYT എന്ന് പറഞ്ഞ LYT 600 എന്ന് പറയുന്ന ഒരു കിടിലൻ പുതിയ സെൻസർ അവന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കുറച്ച് പോർട്രേറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഫോൺ കയ്യിൽ കിട്ടിയാലും നമുക്ക് ഡയറക്റ്റ് എടുത്തിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. അവർ എത്രത്തോളം ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഈ ഫോട്ടോ എടുത്തതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ കാണിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാനേ നമുക്ക് പറ്റുള്ളൂ ഗൈസ്. ഇപ്പോഴും എന്തായാലും പോർട്രേറ്റ് മാസ്റ്റർ എന്നും പറഞ്ഞിട്ടാണ് അവന്മാർ ഇൻട്രൊഡ്യൂസ് തന്നെ ചെയ്തത്. പോർട്രേറ്റ് മാസ്റ്റർ എന്നിടെ കണ്ടിട്ട് അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. അത് എന്തുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഫോണിൽ പോർട്രേറ്റ് എടുക്കാൻ, അതായത് 12 പോർട്രേറ്റ് എടുക്കാൻ 0.03 സെക്കൻഡ് മതി എന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ ഫോൺ എടുത്തിട്ട് പോർട്രേറ്റ് മോഡ്, അതായത് ഇപ്പം നമുക്ക് നോർമൽ ഫോട്ടോ എടുത്തിട്ട് ടപ്പനെ ഫോട്ടോ എടുക്കാം. പോർട്രേറ്റ് മോഡിലാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് കിട്ടത്തില്ല. ഇപ്പം ഐഫോണിലാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഒരു മൂവിങ് ഒബ്ജക്റ്റ്, ഒരു വണ്ടി പെട്ടെന്ന് പോകും നമ്മളെ ഫ്രണ്ടിൽ കൂടെ, അതായത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ കൂടെ ഇങ്ങനെ ഒരു GTR പോകും. നമ്മൾ പെട്ടെന്ന് പോർട്രേറ്റ് ഫോട്ടോ അതിൻ്റെ എടുക്കണമെന്ന് പറഞ്ഞ് എടുത്ത് പോർട്രേറ്റ് എടുത്താൽ നമുക്ക് ആ ഫോട്ടോ നേരെ കിട്ടൂല ഗൈസ്, ഉറപ്പാണ്. അതിനുവേണ്ടിയാണ് 15 സീരീസിൽ അവന്മാർ നോർമൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അതിനെ പോർട്രേറ്റ് ആക്കാന്ന് പറഞ്ഞൊരു സെറ്റപ്പ് കൊണ്ടുവന്നത്. ആ ബിഗ് സബ്ജക്റ്റിൽ ഫോക്കസ് പോയാൽ നമുക്ക് എടുത്തിട്ട് പോർട്രേറ്റ് ആക്കാന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നില്ലേ. ആ സാധനം ഇതിനകത്ത് ഡയറക്റ്റ് പോർട്രേറ്റ് തന്നെ എടുക്കുക. അതായത് പോർട്രേറ്റ് മോഡ് ഓൺ ആക്കിയ ഉടനെ തന്നെ നമുക്ക് പോർട്രേറ്റ് അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നവർ പറയുന്നുണ്ട്. 0.03 സെക്കൻഡ് കൊണ്ട് ദാറ്റ്സ് എ കിടിലൻ കാര്യം. കാരണം പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പൂവിന്റെയും വണ്ടിയുടെയും മനുഷ്യന്റെ എല്ലാം പോർട്രേറ്റ് ഫോട്ടോ എടുക്കും. സോ അതെനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് തോന്നി. എന്തായാലും കൊള്ളാടെ. പിന്നെ അവർ ഐഫോണായിട്ട് കമ്പയർ ചെയ്തൊരു കാര്യം, മറ്റേത് ഐഫോണായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാണ്. പിന്നെ അവർ ഐഫോണായിട്ട് കമ്പയർ ചെയ്തൊരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവരുടെ IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണെങ്കിലും അവർ കമ്പയർ ചെയ്തത് iPhone 15 ആ ഒരു വാട്ടർ ഡ്രോപ്പ് ടെസ്റ്റിലൂടെയാണ്. വാട്ടർ ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ചെറിയ പിശർ അടിക്കുന്ന സമയത്ത്, നമ്മളോട് പിശർ എന്നാണ് പറയുന്നത്, അതായത് മഴ തൂറ്റലില്ലേ, നമ്മളിങ്ങനെ മുടിയിട്ടാണെങ്കിൽ ഇങ്ങനെ അടിക്കുന്ന സാധനമില്ലേ, അത് അടിക്കുന്ന സമയത്ത് ഐഫോണിൽ നമുക്ക് കോൾ വരുമ്പോൾ എടുക്കാൻ പറ്റത്തില്ല. ഇവരുടെ റിയൽമി 12 എടുക്കാൻ പറ്റുമെന്ന് അവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, നല്ലതിനിടെ അത് കൊള്ളാം. പിന്നെ എന്ന് പറഞ്ഞാൽ റെയിൻ ഡ്രോപ്പ് ടെസ്റ്റിംഗ് കാണിക്കുന്നുണ്ട്. മഴത്തുള്ളി ഇതിനകത്ത് ഇങ്ങനെ വീഴുന്ന സമയത്ത്, നമ്മൾ വെളിയിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് മഴയത്ത് നമ്മൾ കോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോണിൽ പറ്റില്ല, ഇതിൽ പറ്റുമെന്നാണ് അവർ കാണിക്കുന്നത്. എന്തായാലും ആ സംഭവം കൊള്ളാം. ഉള്ളതുപോലെ അവന്മാർ കാണിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. 68 റേറ്റിംഗ് കൊടുക്കായിരുന്നു, 1 മീറ്റർ വെള്ളത്തിൽ കിടക്കുന്ന പരിപാടി കൊടുക്കായിരുന്നു. ബട്ട് അത് ഒരു 35K വരണമെങ്കിലേ അവർക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു 68 കൊടുക്കാത്തത്. പിന്നെ സോണിയുടെ പുതിയ സെൻസറിന്റെ കാര്യം പറഞ്ഞില്ല, LYT എന്ന് പറഞ്ഞത്, അത് അത്യാവശ്യം നൈസ് തന്നെയാണ്. അതിനെടുത്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. അതുപോലെ തന്നെ OS ഓണാക്കി ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ വലുതായിട്ട് ഷേക്ക് ആവത്തില്ല. അതേസമയം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷേക്ക് ഉണ്ടാവും. ആ ഒരു ഷേക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഒന്ന് ബ്ലർ ആവാൻ ചാൻസ് ഉണ്ട്. ഈ OS ഉള്ളിടത്തോളം കാലം അങ്ങനെ ഫേസ് ബ്ലർ ആവില്ല. ഡീറ്റെയിൽ ആയിട്ട് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ഫോക്കസ് പക്കയായിട്ട് കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ OS വീഡിയോയിൽ നല്ലപോലെ തന്നെ അവന്മാർ വർക്ക് ചെയ്യണുണ്ട്. അത് അത്യാവശ്യം നല്ല തന്നെയുണ്ട്. ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ
അത് എന്തായാലും നല്ലത് തന്നെയാണ്. നമ്മുടെ FE ഫാൻ എഡിഷൻ 30 രൂപയ്ക്ക് പറഞ്ഞ ഫാൻ എഡിഷനിൽ പോലും അത്രയും ബെറ്റർ OS ഇല്ല. S21 FE പോലും അത്ര OS ഇല്ല ഗൈസ്. അത് യൂസ് ചെയ്തതിന്റെ വീഡിയോസ് നിങ്ങൾ കയറി നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറഞ്ഞ ഒരു ബെറ്റർ ഡിസ്പ്ലേ 120Hz AMOLED ഡിസ്പ്ലേ പറഞ്ഞുണ്ട്. ഒരു ബഡ്ജറ്റ് ഫോണിൽ വരാന്നുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഇത് എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഐ പ്രൊട്ടക്ഷനും പിന്നെ HDR കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ്. അധികം കൺസ്യൂം ചെയ്യില്ല, ബാറ്ററി കൺസ്യൂം ചെയ്യാത്തൊരു ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത്. പിന്നെ 2000 പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, 2000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതും അവന്മാരെടുത്ത് കാണിച്ചിട്ടുണ്ട്. 800 നിറ്റ്സ് നോർമലും 2000 പീക്കും, അതായത് ബ്ലാക്ക് ഔട്ട് പറഞ്ഞെടുത്ത് പീക്ക് കൊടുക്കുന്ന കാര്യങ്ങളും അങ്ങനെ പറഞ്ഞ ഒരു പരിപാടിയെല്ലാം കാണിച്ചിട്ടുണ്ട്. എന്തായാലും ലോഞ്ചിൽ അതൊക്കെ കാണിക്കുമല്ലോ. അടുത്തത് ജനങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ഒരു ബെറ്റർ പെർഫോമൻസ് ആണ്. ഡയമൻസിറ്റിയുടെ 7050 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് പറഞ്ഞത്. 6nm പ്രോസസ്സറാണ് പറഞ്ഞത്. എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു ചിപ്സെറ്റ് ആണ് അത്. അവരും അത് പറയണുണ്ട്. ഒരു ബെറ്റർ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അല്ല, ഒരു സ്മൂത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും നോർമൽ ഗെയിംസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു അടിപൊളി ഗെയിംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ശോകമായിരിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്, അത് നോക്കണം. അപ്പം ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിലെന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. നമ്മളിപ്പം പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്, ഫോട്ടോഗ്രാഫിയാണ് മെയിൻ ആയിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ വീഡിയോഗ്രാഫിയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് FE ഫാൻ എഡിഷൻ എടുക്കാൻ പറ്റും. സാംസങ്ങിന്റെ വീഡിയോഗ്രാഫി അത് നൈസാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ. അതുപോലെ തന്നെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസിന് സ്നാപ്ഡ്രാഗൺ ഇപ്പോൾ 888 പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റും. 1,20,000 പേരുള്ളത് പ്രീ ബുക്ക് ചെയ്യുകയും ആദ്യമായിട്ട് 1,50,000 യൂണിറ്റ് ഇറങ്ങുമ്പോൾ തന്നെ വിൽക്കാൻ പോവുകയാണ് എന്നാണ് റിയൽമി പറഞ്ഞത്. അവരുടെ ഒരു റെക്കോർഡായിരിക്കും എന്നാൽ അത് ഗൈസ്. എന്തായാലും അത് കൊള്ളാടെ റിയൽമി. അതുപോലെ തന്നെ റിയൽമി 12ന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. റിയൽമി 12 എന്ന് പറഞ്ഞത് റിയൽമി 11 സീരീസിൽ നിന്നും കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ട് വരുന്നതാണ് റിയൽമി 12 എന്ന് പറഞ്ഞ 5G ഡിവൈസ്. അപ്പൊ അതിന്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കത് ചെയ്യാം. പിന്നെ ജനങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് അടിപൊളി ഡിസൈൻ വേണമെന്നുള്ളത്. അപ്പൊ അവന്മാർ അടിപൊളി ഡിസൈൻ ആയിട്ട് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഡിസൈൻ എന്ന് പറഞ്ഞാൽ. എന്നിരുന്നാലും കൊള്ളാം, അതിന്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമുക്ക് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. 3D ജൂബിലി അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ആ ഡിസൈനെ തന്നെ പറയുന്നത്. 2 കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എഡ്ജ് PVD എഡ്ജോ പോളിഷ്ഡ് എഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ ബോഡി കാര്യങ്ങളൊക്കെ അവന്മാർ കാണിച്ചിട്ടുള്ളത്. കളറിന്റെ കാര്യം പറഞ്ഞല്ലോ, പൈനിയർ ഗ്രീനും അതുപോലെ തന്നെ നാവിഗേറ്റർ ബീജ് അങ്ങനെ 2 കളറാണ് ഈ പ്ലസിന് വന്നിട്ടുള്ളത്. മറ്റേതിന്റെ കളർ കാര്യങ്ങൾ നമുക്ക് മറ്റേതിന്റെ വീഡിയോയിൽ തന്നെ പറയാം. അതുപോലെ തന്നെ ഇതിന്റെ പോർട്രേറ്റ്, അതായത് അവന്മാർ പോർട്രേറ്റ് കിങ് എന്ന് പറയുമ്പോൾ പോർട്രേറ്റ് നൈറ്റ് റേഞ്ചിൽ പോർട്രേറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിന്റെ ഡെപ്ത് കാര്യങ്ങളൊക്കെ അത്ര കിട്ടിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് നോർമൽ 1x-ലും 2x-ലും എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയൊക്കെ നമ്മുടെ ഹെയർ ഒക്കെ ഇങ്ങനെ, എനിക്കെന്ന് പറഞ്ഞാൽ മുടി അയച്ചിട്ടിട്ട് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഏത് ഫോണിലെടുത്താലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയൊക്കെ ഒരുമാതിരി ഇരിക്കും മുടിയിൽ അവിടത്തേക്ക്, മനസ്സിലായില്ല. അപ്പൊ ഇതിൽ അത് ക്ലിയർ ആവും എന്നാണ് തോന്നുന്നത്. കാരണം അവർ കാണിച്ചിങ്ങനെ ഫോട്ടോയിൽ ആ ഹെയറിന്റെ അവിടെ നിന്നുള്ള ആ ഒരു ബൊക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ അത്യാവശ്യം നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കുറച്ച് ഫിൽറ്റേഴ്സും കാര്യങ്ങളും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 3 ഫിൽറ്ററോളം നോർമൽ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. മറ്റേ ലൈഫ് ഓഫ് പൈ അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെ 3 സാധനം കൊടുത്തിട്ടുണ്ട്. ഫിൽറ്ററും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നവരാണെങ്കിൽ ഓക്കെ ഇടയും. അല്ലാതെ നമ്മളെ പോലെ അല്ലാതെ എഡിറ്റ് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, നോർമൽ എടുത്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ഫോണിൽ പറഞ്ഞ റാമിനെ പറ്റി അവർ പറഞ്ഞത് ഡൈനാമിക് റാം എന്നാണ് പറഞ്ഞത്. 8+8 GB എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാവശ്യമില്ലാത്ത നമ്മുടെ വിർച്വൽ റാം ഇല്ലേ, അതിന്റെ എന്തൊരു ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഡൈനാമിക് റാം എന്ന് പറയുന്നതും. സാധനം കൈ കിട്ടി നമ്മൾ റെഫ്യൂസ് അടിച്ചു നോക്കിയാലേ നമുക്ക് എന്തായാലും പറയാൻ പറ്റത്തുള്ളൂ. പോർട്രേറ്റിന് എന്തായാലും കൊള്ളായിരിക്കും, ഇവിടെ ഉറപ്പാണ്. ഫോട്ടോഗ്രാഫി ഏറ്റവും വലിയ കാര്യം 5000 mAh ബാറ്ററി, 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 19 മിനിറ്റ് ആണ് 50% ആവാൻ. അത്യാവശ്യം നൈസാണ്ട്. 19 മിനിറ്റ് കൊണ്ട് 50% ആയാൽ നല്ലതായിരിക്കും, കുഴപ്പമൊന്നുമില്ല. 9 മിനിറ്റ് കൊണ്ട് 50% ആവണ ചാർജർ ഉള്ള ഫോണൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവണം. നമുക്കിപ്പോൾ എന്തിന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം ഇവിടെ. പിന്നെ സ്പീക്കർ, ഡുവൽ സ്പീക്കർ പറഞ്ഞുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. ഈ ഡുവൽ സ്പീക്കറൊക്കെ ഇപ്പം ഇല്ലെങ്കിൽ എന്തിനാണ്, ഒരു പുറത്തുനിന്ന് ഒന്നും കേൾക്കാൻ പോലും പറ്റില്ല, എടുത്ത് വെച്ച് ഇങ്ങനെ കേൾക്കേണ്ടി വരും. പിന്നെ റിയൽമി 5.0 UI ആണ് ഇത് ഓപ്പൺ ബോക്സ് പറഞ്ഞത്. അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഫോണിലും സാംസങ്ങിലൊക്കെ ടാപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റ് മാത്രം ക്രോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റിക്കർ ആക്കാനും എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാനും സെർച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലത്തെ പരിപാടി എല്ലാം പറഞ്ഞുണ്ട്. പിന്നെ സ്ക്രീൻ റെക്കോർഡിങ് അത് ഇത് എല്ലാം കൂടെ മൾട്ടി ടാസ്കിങ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുണ്ട്. അതുപോലെ തന്നെ ഗെയിം മൾട്ടി വിൻഡോ എന്ന് പറഞ്ഞ സംഭവം എന്തോ ഉണ്ട് ഇതിനകത്ത്. അതായത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഗെയിമിനെ ചെറിയ വിൻഡോ ആയിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പരിപാടി നോക്കാൻ പറ്റും. അതായത് ഈ PUBG ഒക്കെ ലോഡ് ആവുന്ന സമയമുണ്ടല്ലോ, ആ സമയം നമുക്ക് മിനിമൈസ് ചെയ്ത് കൊണ്ടിട്ടിട്ട്, അതായത് PC ഉണ്ടല്ലോ നമ്മുടെ PCക്കകത്ത് നമ്മൾ സ്ക്രീൻ സൈസ് കുറച്ചിട്ട് സൈഡിൽ കൊണ്ട് വെക്കുമ്പോൾ ഇതിനകത്ത് പരിപാടി നടക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഈ ഗെയിം കളിക്കുന്ന സമയത്ത് എത്ര നേരം ഹോൾഡായി നിൽക്കണം എന്നുള്ളത്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പോണ സെറ്റപ്പ് ഒക്കെ ഇതിന്റെ UI 5.0 ചെയ്യാൻ പറ്റുന്ന കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരുവിധം കൊള്ളാടെ. അതുപോലെ തന്നെ റിയൽമി 12ന്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി.
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. നമ്മളതിനിങ്ങനെ ഇരുന്നു കൊണ്ടുള്ള വീഡിയോസ് ഒന്നും വലുതായിട്ട് ഒന്നും പറഞ്ഞല്ല. നമ്മൾ ഫുൾ ഔട്ട്ഡോർ പരിപാടിയാണ്. ഏതെങ്കിലും സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. iQ12 എടുത്ത് കളയോടെ പോർട്രേറ്റിൽ റിയൽമി. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.